മാളയിൽ ബാർ ജീവനക്കാരും മദ്യപിക്കാൻ വന്നവരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇരു വിഭാഗത്തിനുമെതിരെ പോലീസ് കേസെടുത്തു. 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. പ്രവാചക സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു. മദ്രസകൾ കേന്ദ്രീകരിച്ച് നടന്ന ഘോഷയാത്രകൾ വർണ്ണാഭമായി. കാലടി എസ്റ്റേറ്റിൽ കാട്ടാന കാർ ആക്രമിച്ചു. കാർ ഭാഗികമായി തകർന്നു. കാർ യാത്രക്കാർ ആന വരുന്നത് കണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ രക്ഷപ്പെട്ടു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. മാളയിൽ ബാർ ജീവനക്കാരും മദ്യപിക്കാനെത്തിയവരും തമ്മിൽ ബാറിന് പുറത്തുണ്ടായ സംഘർഷത്തിൽ ഇരു വിഭാഗത്തിനുമെതിരെ മാള പോലീസ് കേസെടുത്തു. ബാർ മാനേജർ മേലടൂർ സ്വദേശി തുണ്ടിയിൽ വീട്ടിൽ പ്രദീപ് നൽകിയ പരാതിയിലാണ് കണ്ടാലറിയാവുന്ന 2 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. സോഡയ്ക്ക് തണുപ്പില്ലെന്ന് പറഞ്ഞ് ബാറിലെ വെയിറ്റർ ജിജുവിനെ കൈകൊണ്ട് മുഖത്തടിച്ച ശേഷം പുറത്തിറങ്ങിയവർ ലൈറ്റ് പൊട്ടിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്തപ്പോൾ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ബാർ മാനേജർ നൽകിയ പരാതി. ബാർ ജീവനക്കാരായ റോബിൻ, അരുൺ, വിനയൻ, ഷമീർ എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം ബാറിനകത്തുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് പിന്തുടർന്നെത്തിയ ജീവനക്കാർ ബാറിന് പുറത്തുവച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് സംഭവത്തിൽ പരിക്കേറ്റ കുരുവിലശ്ശേരി സ്വദേശി അനുരാഗ്, മൂന്നുമുറി സ്വദേശി സനീഷ് എന്നിവരുടെ പരാതിയിൽ പറയുന്നു. ഇവരുടെ പരാതിയിൽ ബാർ ജീവനക്കാരായ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രവാചക സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനാഘോഷത്തിൽ പങ്കെടുത്തത്. നാടെങ്ങും വിവിധ പരിപാടികളാണ് നബിദിനത്തോടനുബന്ധിച്ച് നടന്നത്. മസ്ജിദുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് വിവിധ ഘോഷയാത്രകളും കലാപരിപാടികൾ, മൗലീദ് പാരായണം, അന്നദാനം എന്നിവയുമുണ്ടായി. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ നബിദിനം ആഘോഷിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പരിസരത്ത് നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ നബിദിന റാലി ചേരമാൻ മസ്ജിദിൽ സമാപിച്ചു. തുടർന്ന് മഹല്ല് പ്രസിഡന്റ് എ റഫീഖ്, മഹല്ല് സെക്രട്ടറി CY സലീം, മഹല്ല് ഇമാം ഡോക്ടർ സലീം നദ്വി എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. മഹല്ല് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി പ്രാർത്ഥനയ്ക്കും മിലാദ് സന്ദേശത്തിനും നേതൃത്വം നൽകി. വിവിധ മസ്ജിദുകളിലെ ഇമാമുമാരുടെ നേതൃത്വത്തിൽ മൗലിദ് പാരായണം നടന്നു. മഹല്ല് വൈസ് പ്രസിഡന്റ് KS മുഹമ്മദ് ബഷീർ, ട്രഷറർ VA ഇബ്രാഹിം, ജോയിന്റ് സെക്രട്ടറി PI ബഷീർ, AK നവാസ്, നൌഷാദ് അറക്കൽ, MM സിനീർ തുടങ്ങിയവർ സംസാരിച്ചു. കാലടി പ്ലാന്റേഷനിൽ കാട്ടാന കാർ ആക്രമിച്ചു. ഞായറാഴ്ച രാത്രി കുളിരാൻ തോട്ടിൽ വെച്ചാണ് സംഭവം. പൂതൻകുറ്റി സ്വദേശി ജോയിയുടെ കാർ ഭാഗികമായി തകർന്നു. കാറിലുണ്ടായിരുന്ന ജോയിയും സുഹൃത്തുക്കളും രക്ഷപ്പെട്ടു. പ്ലാന്റേഷനിലെ വാച്ചർക്കൊപ്പമാണ് പൂതൻകുറ്റി സ്വദേശികളായ 3-അംഗ സംഘം പ്ലാന്റേഷനിൽ എത്തിയത്. വളവിൽ നിന്നിരുന്ന കാട്ടാന കാറിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ബോണറ്റിൽ കാൽ വെച്ച കാട്ടാന മുന്നിലെ ഗ്ലാസ് കുത്തി. കാറിലുണ്ടായിരുന്ന 3 പേർ കാറിൽ നിന്ന് ഇറങ്ങിയോടി. തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഏഴാറ്റുമുഖത്ത് നിന്ന് RRT സംഘമെത്തി ആനയെ തുരത്തി കാട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. 2 ആഴ്ച മുൻപ് ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കാട്ടാന ആക്രമിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പിന്നണി ഗായകനുള്ള പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ കരുവന്നൂർ പൌരാവലി ആദരിച്ചു. പനംകുളം SNDP ഹാളിൽ നടന്ന അനുമോദന യോഗം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ PK ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ വിദ്യാധരൻ മാസ്റ്റർക്ക് ഉപഹാരം നൽകി. ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ഭരതൻ, സിനിമാ താരം മനീഷ, സ്വാഗത സംഘം കൺവീനർ K സിദ്ധാർത്ഥൻ, ട്രഷറർ സലിൻ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തിന് സംസ്ഥാന ഗവൺമെന്റ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയെ തെരഞ്ഞെടുക്കുവാനുള്ള കൂടിക്കാഴ്ചയും നറുക്കെടുപ്പും ചൊവ്വാഴ്ച നടക്കും. രാവിലെ 10-ന് ദേവസ്വം ഓഫീസിലാണ് കൂടിക്കാഴ്ച. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം ഭരണസമിതി മുൻപാകെയാണ് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകേണ്ടത്. ലഭിച്ച 56 അപേക്ഷകളിൽ യോഗ്യരായ 55 അപേക്ഷകർക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള കത്തയച്ചു. അപേക്ഷകരുടെ പേരുകൾ വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച് ഉച്ചപൂജയ്ക്ക് ശേഷം നറുക്കെടുക്കും. നിയുക്ത മേൽശാന്തി ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനയിരിക്കും. 30-ന് രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം ചുമതലയേൽക്കും.
കാപ്പ നിയമം ലംഘിച്ച് ഓണത്തിന് വീട്ടിലെത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ബീച്ച് സ്വദേശി അരവീട്ടിൽ ശരത് ലാലിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് നിരവധി കേസുകളിൽ പ്രതിയായ ശരത് ലാലിനെ 6 മാസത്തേക്ക് നാടുകടത്തിയത്. നിയമം ലംഘിച്ച് വീട്ടിലെത്തിയതറിഞ്ഞ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇൻസ്പെക്ടർ എം ഷാജഹാൻ, SI ജെയ്സൺ, CPO ഷെരീഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. KPMS പിണ്ടാണി കരിങ്ങാച്ചിറ ശാഖയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. ജില്ലാ ട്രഷറർ PC ബാബു അയ്യങ്കാളി ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. KK വിജയൻ അധ്യക്ഷനായി. UV വിശ്വനാഥൻ, TU കിരൺ, KK കുഞ്ഞുമോൻ, TK ഉണ്ണികൃഷ്ണൻ, UD സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. അംബേദ്കർ സാംസ്കാരിക സമിതിയും വിവിധ സാമൂഹിക സംഘടനകളുടെയും നേതൃത്വത്തിൽ ചാലക്കുടിയിൽ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. ചാലക്കുടി അയ്യങ്കാളി സ്ക്വയറിൽ പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം എന്നിവ നടന്നു. ചാലക്കുടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. സമിതി ചെയർമാൻ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി PK ശങ്കർദാസ്, ഡോക്ടർ വത്സലൻ വാതുശ്ശേരി, ചാലക്കുടി നഗരസഭ വികസന ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, കൌൺസിലർമാരായ VJ ജോജി, KS സുനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ എടവിലങ്ങയിൽ വീടിന് നേരെ ആക്രമണം. ഗൃഹനാഥന് പരിക്കേറ്റു. എടവിലങ്ങ് പൊടിയൻ ബസാർ വെള്ളാപ്പള്ളി വേണുവിനെയാണ് ആക്രമിച്ചത്. സാരമായി പരിക്കേറ്റ വേണുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേണുവിന്റെ കുടുംബാംഗങ്ങളെയും ആക്രമിച്ചതായി പരാതിയുണ്ട്. ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിന്മേൽ വേണുവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഈ സംഭവത്തിന്റെ തുടർച്ചയായാണ് ആക്രമണമെന്ന് സൂചനയുണ്ട്. എൻ്റെ ആങ്ങള അപ്പം അതിലേ വന്ന് അവിടെ തല്ലി 3 പേരുണ്ടായി. ഞങ്ങളെ തല്ലി ചില്ല് പൊട്ടിച്ച് ഒക്കെ ചേച്ചിനെ തല്ലി, ഇയാൾ യോണിച്ചൻ്റെ മോളെ തല്ലി. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ വീടിന്റെ ടെറസിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. പള്ളിക്കുന്ന് ചിറമൽ വീട്ടിൽ 70 വയസ്സുള്ള സേവിയറാണ് മരിച്ചത്. മണ്ണമ്പേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചേർപ്പ് പെരുവനം യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ കുമ്മാട്ടിക്കളി മഹോത്സവം നടന്നു. പെരുവനം മഹാദേവ ക്ഷേത്രം നടവീഥികളെ കീഴടക്കി നടന്ന കുമ്മാട്ടി മഹോത്സവം ആവേശമായി. വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും അകമ്പടിയായി. പ്രവാചക പ്രകീർത്തനവുമായി ചാവക്കാട് മേഖലയിൽ നടന്ന നബിദിന റാലികൾ വർണ്ണാഭമായി. മദ്രസകളിൽ പതാക ഉയർത്തലും ദുവാ സമ്മേളനവും നടന്നു. ദഫ്മുട്ട്, സ്കൌട്ട്, അർബന എന്നിവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. തുടർന്ന് അന്നദാനവുമുണ്ടായി. മണത്തല, തിരുവത്ര, എടക്കഴിയൂർ, തെക്കൻ പാലയൂർ, വട്ടേക്കാട്, അഞ്ചങ്ങാടി, ബ്ലാങ്ങാട്, കിറാവൻകുന്ന്, പുന്ന, ഒരുമനയൂർ തുടങ്ങി മഹല്ലുകളുടെ കീഴിലുള്ള മദ്രസകളിൽ നബിദിന റാലികൾ നടന്നു. ഗുരുവായൂർ ടൗൺ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. മൗലീദ് പാരായണം, നബിദിന റാലി, മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, നേർച്ച ഭക്ഷണ വിതരണം എന്നിവയുമുണ്ടായിരുന്നു. മഹല്ല് ഖത്തീബ് റിയാസ് ഫാളിലി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മഹല്ല് ഭാരവാഹികളായ അൻവർ വലിയകത്ത്, RK ഫൈസൽ, KV അബ്ദുൾ അസീസ്, KPA റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജാതിമത ഭേദമന്യേ 2000-ഓളം പേർ നേർച്ച ഭക്ഷണ വിതരണത്തിൽ പങ്കാളികളായി. കയ്പമംഗലത്ത് വിവിധ പരിപാടികളോടെ നബിദിനം ആഘോഷിച്ചു. മൗലീദ് പാരായണം, പതാക ഉയർത്തൽ, ഘോഷയാത്ര, അന്നദാനം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദ്, മദ്രസ ആൻഡ് മിലാദ് കമ്മിറ്റി സംയുക്തമായി സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിൽ മുഹമ്മദ് കോയ അൽ അസ്ഹരി മൗലീദ് പാരായണത്തിനും ഉസ്മാൻ സക്കാഫി അൽ അർഷദി മഖാം സിയാറത്തിനും നേതൃത്വം നൽകി. മഹല്ല് ഖത്തീബ് അബൂബക്കർ സയദി പതാക ഉയർത്തി. കാക്കാത്തിരുത്തി ബദർപള്ളി മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയും
ഇസ്ലത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയും സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിൽ മഹല്ല് ഖത്തീബ് അൽ ഫാഹിൽ അബ്ദുറഹ്മാൻ അൻവരി മൗലീദ് പാരായണത്തിന് നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് PA അബ്ദുള്ള പതാക ഉയർത്തി. എരുമപ്പെട്ടി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. എരുമപ്പെട്ടി ടൗൺ ത്വാഹ മസ്ജിദിൽ മഹല്ല് പ്രസിഡന്റ് KA അബ്ബാസ് പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് അതീബ് റഹ്മാൻ ബാഖവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന റാലി എരുമപ്പെട്ടി ജുമാ മസ്ജിദിൽ സമാപിച്ചു. ദഫ് സംഘങ്ങൾ റാലിക്ക് അകമ്പടിയേകി. കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറത്തിൽ സിയാറത്ത് നടത്തി. പ്രാർത്ഥനയ്ക്ക് മഖാംപള്ളി ഖത്തീബ് ഷെരീഫ് സുഹരി നെന്മാറ നേതൃത്വം നൽകി. സമൂഹ പ്രാർത്ഥനയും മധുര വിതരണവും നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായി. ത്വാഹ ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് യൂസഫ് അലി മുസ്ലിയാർ, നുറാനിയ സദർ മുഹമ്മദ് കുഞ്ഞുദാരിമി നേതൃത്വം നൽകി. മഹല്ല് ജനറൽ സെക്രട്ടറി MM നിഷാദ്, ജോയിന്റ് സെക്രട്ടറി PS ഷാക്കിർ, MM ഇല്യാസ്, ഉല്ലാസ് മുഹമ്മദ്, അഷ്റഫ് പാമ്പ്ര തുടങ്ങിയവർ നേതൃത്വം നൽകി. കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന മീലാദ് ഘോഷയാത്രയാണ് ഈ ഗ്രാമത്തിന്റെ ഹൃദയ താളുകളിൽ സ്വർണ്ണവർണ്ണ നബിദിന ഘോഷയാത്രയ്ക്ക് വഴിയൊരുക്കി വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി ഭാരവാഹികൾ മതസാഹോദര്യത്തിന്റെ മാതൃക തീർത്തു. വെള്ളറക്കാട് വെള്ളത്തേരി നൂറുൽ ഹുദ മദ്രസയും ജമാഅത്ത് കമ്മിറ്റിയും നടത്തിയ നബിദിന റാലിക്കാണ് വെള്ളറക്കാട് ക്രൈസ്തവ ദേവാലയത്തിനുള്ളിലൂടെ വഴിയൊരുക്കിയത്. വെള്ളത്തേരി മസ്ജിദിൽ നിന്ന് ആരംഭിക്കുന്ന നബിദിന റാലി വെള്ളറക്കാട് സെന്ററിലൂടെ മനപ്പടി വരെ സഞ്ചരിക്കാറാണ് പതിവ്. വെള്ളറക്കാട് സെന്ററിൽ റോഡരികിൽ നിൽക്കുന്ന മരങ്ങളുടെ മുകളിൽ കൊക്കുകളും നീർക്കാക്കുകളും വൻതോതിൽ കൂടുകൂട്ടിയതിനാൽ പക്ഷികളുടെ വിസർജ്യം ശരീരത്തിൽ ഏൽക്കാതെ റോഡിലൂടെ ആർക്കും നടന്നു പോകുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇതേ തുടർന്ന് സംഘാടകർ സെന്ററിന് സമീപത്തുള്ള പള്ളി കോമ്പൗണ്ടിലൂടെ റാലി കടന്നുപോകുവാൻ അനുവാദം ചോദിക്കുകയായിരുന്നു. പള്ളി വികാരിയും കൈക്കാരന്മാരും സന്തോഷത്തോടെ ഇതിന് അനുമതി നൽകുകയായിരുന്നു. പള്ളി കോമ്പൗണ്ടിൽ പ്രവേശിച്ച നബിദിന റാലിയെ ട്രസ്റ്റി NV സേവി പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. മഹല്ല് ഖത്തീബ് അബ്ദുൽ ലത്തീഫ് ബാഖവി സ്വീകരണത്തിന് നന്ദി അറിയിച്ചു. ചേലക്കര ടൗൺ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദും ബഹ്റുൽ ഉലൂം മദ്രസ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നബിദിന റാലി നടത്തി. പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ഷബീർ പതാക ഉയർത്തി. തുടർന്ന് ദഫ്മുട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെ നടന്ന റാലിയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വേലൂർ തലക്കൂട്ടുകര ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. വർണ്ണ ബലൂണുകളുമായി വിദ്യാർത്ഥികൾ അണിനിരന്ന റാലിക്ക് മാറ്റുകൂട്ടി. ദഫ്മുട്ടും അരങ്ങേറി. ഉസ്താദുമാരായ ജാഫർ സഖാഫി, ഉണ്ണിക്കുട്ടി സഖാഫി, മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് ഹാജി, സെക്രട്ടറി അബു തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. അന്തിക്കാട് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളുടെ നബിദിന ഘോഷയാത്ര നടന്നു. CC മുകുന്ദൻ MLA ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. മഹല്ല് പ്രസിഡന്റ് പതിപറമ്പത്ത് അബ്ദുൽ നാസർ അധ്യക്ഷനായി. തുടർന്ന് മസ്ജിദിൽ നടന്ന മൗലീദിന് മഹല്ല് ഖത്തീബ് അബ്ദുൽ സലാം അക്സനി, സദർ മുഅല്ലിം ഉനൈസ് അഷ്റഫി ചേർപ്പ്, മുയുദ്ദീൻ റഹ്മാൻ, സഖാഫി മിർഹാനി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേലക്കര മേപ്പാടം പത്തുകുടി താജുൽ ഇസ്ലാം മദ്രസ പുത്തൻപള്ളിയും 5000 കുളം ഹനഫി ജുമാ മസ്ജിദും സംയുക്തമായി നബിദിന റാലി സംഘടിപ്പിച്ചു. പള്ളികളിൽ പതാക ഉയർത്തിയതിനു ശേഷം മൗലീദ് പാരായണവും അന്നദാനവും നടന്നു. വടക്കാഞ്ചേരി അകമല റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ ട്രാക്കിൽ മധ്യവയസ്കനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ഗുരുവായൂരിലെ മാധവ് നികേത് ഫ്ളാറ്റിൽ താമസിക്കുന്ന ആലപ്പുഴ സ്വദേശി 60 വയസ്സുള്ള വിജയകുമാറാണ് മരിച്ചത്. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
ഗുരുവായൂർ തൈക്കാട് മഹലിൽ വിപുലമായ പരിപാടികളോടെ നബിദിനം ആഘോഷിച്ചു. മൗലിദ് പാരായണം, പ്രാർത്ഥന, ഘോഷയാത്ര, നേർച്ച ഭക്ഷണ വിതരണം, മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ നടന്നു. മഹലിലെ 4 മദ്രസകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഘോഷയാത്രയിൽ പങ്കാളികളായി. ദഫ്മുട്ട്, സ്കൌട്ട് എന്നിവ ഘോഷയാത്രയ്ക്ക് പൊലിമയേകി. മഹല്ല് ഖത്തീബ് അബ്ദുൽ ഖാദർ ദാരിമി കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അബ്ദുൽ റഷീദ് കുന്നിക്കൽ, KM റാഫി, NK ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇളവള്ളി മണിച്ചാലിന് സമീപം ആറ്റക്കുരുവികൾ കൂടുകൂട്ടിയിരിക്കുന്നത് കൗതുക കാഴ്ചയാകുന്നു. വെവേഴ്സ് എന്ന ഇംഗ്ലീഷിൽ പേരുള്ള ഇവ അങ്ങാടിക്കുരുവി, നെയ്ത്തുകിളി, തൂക്കണാംകുരുവി എന്നീ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. കൂടുകൂട്ടുന്നതിലെ കഴിവാണ് ഇവയെ മറ്റു പക്ഷികളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. പുല്ലുകളും നാരുകളും കീറിയെടുത്ത് ഒരാഴ്ചയോളം സമയമെടുത്താണ് ഇവ കൂടുകൂട്ടുന്നത്. ചിറവനേങ്ങാട് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള എന്റെ വീട് എന്ന കനിവിലെ അമ്മമാർക്കൊപ്പം ഓണം ആഘോഷിച്ച് പൊതുപ്രവർത്തകർ. സെബാസ്റ്റ്യൻ ചൂണ്ടൽ, സ്മിത മുരളി, MA കമറുദ്ദീൻ, ഒരുമ ഷക്കീർ, കരീം കല്ലൂർ എന്നിവരാണ് കനിവിലെ അമ്മമാരോടൊപ്പം ഓണം ആഘോഷിച്ചത്. കനിവ് വൈസ് ചെയർപേഴ്സൺ S ജമീല, കനിവ് ട്രസ്റ്റ് മാനേജർ ബാപ്പു, ട്രസ്റ്റ് അംഗം ഫൈസൽ പെരുമ്പടപ്പ്, സ്മിത മുരളി എന്നിവർ നേതൃത്വം നൽകി. അടാട്ട് അമ്പലങ്കാവിൽ പൊളിച്ചുകൊണ്ടിരുന്ന വീടിന്റെ കോൺക്രീറ്റ് മേൽക്കൂരയുടെ അടിയിൽ കാൽ അകപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളിയെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. കൊൽക്കത്ത സ്വദേശി ജസറുദ്ദീൻ ഷെയ്ഖിനെയാണ് അതിസാഹസികമായി അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തിയത്. ചിയാരം സ്വദേശി കുറുമാത്ത് രമേശ് എന്നയാളുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചുമാറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TS ഷാനവാസിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷം വർണ്ണാഭമായി. കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി തുടങ്ങി വിവിധ കലാപരിപാടികളും കുട്ടികളുടെ വിവിധ മത്സരങ്ങളും ഓണാഘോഷത്തിന് മാറ്റേകി. ദേവസൂര്യ പ്രസിഡന്റ് KC അഭിലാഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി ചെയർപേഴ്സൺ സജിത വിജയൻ അധ്യക്ഷയായിരുന്നു. പൂവത്തൂർ നൂറുൽ ഹുദ മദ്രസയിൽ നബിദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മൗലിദ് പാരായണത്തിന് ഖത്തീബ് ഹംസ സഖാഫി നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് ഹൈദർ ഹാജി പതാക ഉയർത്തി. മദ്രസ വിദ്യാർത്ഥികളും വിശ്വാസികളും അണിനിരന്ന റാലിയിൽ വിവിധ മാപ്പിള കലകളുടെ അവതരണവുമുണ്ടായിരുന്നു. KV സലീം, ഹനീഫ അഹ്സനി, BC മൊയ്നുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴവൂർ ഇലാഹിയ ജുമാ മസ്ജിദിലെ നബിദിന ആഘോഷത്തിന് മധുര പലഹാരങ്ങളുമായി പതിവ് തെറ്റിക്കാതെ പഴവൂർ ശ്രീ ധർമ്മശാസ്ത്ര ബാലഗോകുലം അംഗങ്ങളെത്തി. നബിദിനവും ശ്രീകൃഷ്ണ ജയന്തിയും അയ്യപ്പൻ വിളക്കും ഉൾപ്പെടെയുള്ള പരിപാടികളിൽ ഇരുവിഭാഗവും മധുര പലഹാരങ്ങളും ആശംസകളും പരസ്പരം കൈമാറാറുണ്ട്. ആഘോഷ് പ്രമുഖ് അജിത്, സത്യൻ പഴവൂർ, PT രാജൻ, ലാൽകൃഷ്ണ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പഴവൂർ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് PK സുലൈമാൻ, മഹല്ല് ഖത്തീബ് SMK തങ്ങൾ, അൽ മുഖൈബിലി, ദേശമംഗലം തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. പന്നിത്തടം മഹലിലെ നബിദിനാഘോഷം വർണ്ണാഭമായി. പ്രസിഡന്റ് സിംല ഹസൻ പതാക ഉയർത്തി. മുഹമ്മദ് അലി ലത്തീഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സ്നേഹയാത്രയ്ക്ക് ഖത്തീബ് മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകനൂർ, സെക്രട്ടറി അബൂബക്കർ പുരളിയിൽ, VS അബൂബക്കർ, MS ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേർപ്പ് ചെറുചേനം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടന്നു. മഹൽ പ്രസിഡന്റ് KA അബ്ദുൾ സലാം പതാക ഉയർത്തി. മഹൽ ഖത്തീബ് അമീൻ ഹുദവി, മഹൽ സെക്രട്ടറി അലി ഹാജി, മദ്രസ സ്വദർ ഉസ്മാൻ വാഫി, നബിദിന സ്വാഗത സംഘം കൺവീനർ അഷ്റഫ് തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി.
കുന്നുകുളം പാറയമ്പാടത്ത് വീട്ടുകിണറ്റിൽ വീണ കാട്ടുപൂച്ചയെ വനം വകുപ്പും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി. പാറയമ്പാടം കൊങ്ങണൂർ പാട്ടുപറമ്പിൽ ജയപ്രകാശിന്റെ വീട്ട് കിണറ്റിലാണ് കാട്ടുപൂച്ച വീണത്. എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും കുന്നംകുളം അഗ്നിരക്ഷാ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ചേർന്നാണ് കാട്ടുപൂച്ചയെ രക്ഷപ്പെടുത്തിയത്. എരുമപ്പെട്ടി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ US സനോജ്, BFO KV വൈശാഖ്, കുന്നംകുളം സീനിയർ ഫയർ ഓഫീസർ AS ശ്രീജിത്ത്, ശരത്, സ്റ്റാലിൻ, P പവിത്രൻ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിലെ പൊതു ടാപ്പ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പൊതു ടാപ്പ് പൊട്ടി വെള്ളം പോകുന്നത് ഒഴിവാക്കുവാനാണ് ജലസേചന വകുപ്പ് അധികൃതർ ടാപ്പ് അടച്ചത്. ഒരാഴ്ച മുൻപാണ് ജംഗ്ഷനിലെ കുടിവെള്ള വിതരണ പൈപ്പ് വാഹനമിടിച്ച് തകർന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വാർഡ് മെമ്പർ VS ശിവാസ് ജലസേചന വകുപ്പ് അധികൃതരെ ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരമാണ് ടാപ്പ് അടച്ചത് എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. കൊടുങ്ങല്ലൂർ കാര പുതിയ റോഡിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മത്സ്യത്തൊഴിലാളി മരിച്ചു. എടവിലങ്ങ് കാര സ്വദേശി തളിക്കുളത്ത് ഇബ്രാഹിം കുട്ടിയാണ് മരിച്ചത്. കഴിഞ്ഞ മെയ് 25-ാം തീയതിയായിരുന്നു അപകടം. കോടശ്ശേരി കലിക്കൽക്കുന്നിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. കലിക്കൽക്കുന്ന് സ്വദേശി ചുങ്കത്ത് വീട്ടിൽ 55 വയസ്സുള്ള ഗോപിയാണ് മരിച്ചത്. മരോട്ടിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു. വിവരമറിഞ്ഞ് ചാലക്കുടിയിൽ നിന്നെത്തിയ അഗ്നിശമന സേനയാണ് മൃതദേഹം പുറത്തെടുത്തത്. ചാവക്കാട് പനി ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മ മരിച്ചു. ഒരുമനിയൂർ നോർത്ത് വടക്കുപുറം വീട്ടിൽ പ്രമോദ് ആശാരിയുടെ ഭാര്യ 45 വയസ്സുള്ള സിന്ധുവാണ് മരിച്ചത്. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6880 രൂപ, പവന് 55,040 രൂപ, വെള്ളി ഗ്രാമിന് 96 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3272 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. മാളയിൽ ബാർ ജീവനക്കാരും മദ്യപിക്കാൻ വന്നവരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇരുവിഭാഗത്തിനുമെതിരെ പോലീസ് കേസെടുത്തു. 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. പ്രവാചക സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു. മദ്രസകൾ കേന്ദ്രീകരിച്ച് നടന്ന ഘോഷയാത്രകൾ വർണ്ണാഭമായി. കാലടി എസ്റ്റേറ്റിൽ കാട്ടാന കാർ ആക്രമിച്ചു. കാർ ഭാഗികമായി തകർന്നു. കാർ യാത്രക്കാർ ആന വരുന്നത് കണ്ട് പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ രക്ഷപ്പെട്ടു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.